നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററായ പാരലൽ ലൈൻസ് ആണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആഡിങ് ആംഗിൾസ് ആയിരുന്നു. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. ഇവിടെ 2 ലൈൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ലൈൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് എൻഡ് ആവുന്നതാണ് ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഈ 2 ലൈൻസിനെ നമ്മൾ പാരലൽ ലൈൻസ് എന്നാണ് പറയുന്നത്. അതിന് കാരണമുണ്ട്. ഈ ലൈൻസ് നമ്മൾ ലെഫ്റ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും റൈറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താലും ഇവ ഒരിക്കലും തമ്മിൽ കൂട്ടിമുട്ടുകയില്ല. അങ്ങനെ കൂട്ടിമുട്ടാത്തവയാണ് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് വിളിക്കുന്നത്. കൂട്ടിമുട്ടുന്ന ലൈൻസുമുണ്ട്. പാരലൽ ലൈൻസ് ആവാൻ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ മാത്രം പോരാ. കൂട്ടിമുട്ടരുത് എന്നുള്ള കണ്ടീഷൻ മാത്രമല്ല വേണ്ടത്, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ ഇവ പാരലൽ ലൈൻസ് ആണ്. മറ്റൊരു ലൈൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് വരുന്നത് എങ്കിൽ ഇവ ഒരിക്കലും പാരലൽ ലൈൻസ് ആവില്ല. കാരണം ഇവ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിന്റിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈനാണ് വരുന്നതെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഒരിടത്ത് ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? മറ്റൊരു ഉദാഹരണം പറയാം. ഇവിടെയും 2 ലൈൻസ് തന്നിട്ടുണ്ട്. ഇവ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. പക്ഷെ ഇവരുടെ ഡിസ്റ്റൻസ് തമ്മിൽ വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ ഇവയെ നമുക്ക് പാരലൽ ലൈൻസ് എന്ന് ഒരിക്കലും പറയാൻ കഴിയുകയില്ല. ഇനി നമുക്ക് പാരലൽ ലൈൻസിൻ്റെ പ്രത്യേകതകൾ പറയാം. ഈ പാരലൽ ലൈൻസിൻ്റെ മിഡിലിലൂടെ പോയിരിക്കുന്ന ഈ ലൈനിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് ലൈൻസ് എന്നാണ് പറയുന്നത്. ഇനിയും ഈ ട്രാൻസ്വേഴ്സ് ലൈൻസ് വരച്ചു കഴിയുമ്പോൾ തന്നെ ഇവിടെ കുറച്ച് ആംഗിളുകൾ ഫോം ചെയ്യും. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി, ആംഗിൾ ഡി, ആംഗിൾ ഇ, ആംഗിൾ എഫ്, ആംഗിൾ ജി, ആംഗിൾ എച്ച്. അങ്ങനെ നമുക്ക് 8 ആംഗിൾസുകൾ കിട്ടിയിരിക്കുകയാണ്. ഈ 8 ആംഗിൾസിനും ഒരു ബന്ധമുണ്ട്. അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആംഗിളുകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ആംഗിൾ എ വിൽ ബി ഈക്വൽ ടു ആംഗിൾ ഇ ആയിരിക്കും. കാരണം അവർ രണ്ടുപേരും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ഇക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ എഫിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഇവിടെ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ജിക്ക് കറസ്പോണ്ടിങ് ആയിരിക്കും. അതുപോലെ തന്നെ ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ എച്ചിന് കറസ്പോണ്ടിങ് ആയിരിക്കും. അങ്ങനെ ഇവിടെ നമുക്ക് 4 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 4 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ കാണുന്ന ആംഗിൾ ബി, ആംഗിൾ ഇ, ആംഗിൾ എച്ച്, ആംഗിൾ സി, ഇവ 4 പേരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റീരിയർ ആംഗിൾസ്. എന്തൊക്കെയാണവ? ആംഗിൾ ബി, ആംഗിൾ ഇ, ആംഗിൾ എച്ച്, ആംഗിൾ സി. ഇവ 4 പേരെയും വിളിക്കുന്ന പേരാണ് ഇന്റീരിയർ ആംഗിൾസ്. അതുപോലെ തന്നെ ഈ പാരലൽ ലൈൻസിന്റെ പുറത്ത് കാണുന്ന ആംഗിൾസ്, ആംഗിൾ എ, ആംഗിൾ ഡി, ആംഗിൾ എഫ്, ആംഗിൾ ജി, ഇവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. എന്തൊക്കെയാണവ? ആംഗിൾ എ, ആംഗിൾ ഡി, ആംഗിൾ ജി, ആംഗിൾ എഫ്. ഇവ 4 പേരെയും വിളിക്കുന്ന പേരാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഇനി ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്താണെന്ന് പഠിക്കാം. ആംഗിൾസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ എച്ചിനോട് ഈക്വൽ ആണ്. അവ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതുപോലെ തന്നെ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ഇക്ക് ഓപ്പോസിറ്റ് ആണ്. ഇനി ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ എച്ചിന് ഓപ്പോസിറ്റ് ആണ്. ആംഗിൾ എഫ് എന്ന് പറയുന്നത് ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് ആണ്.
അപ്പോൾ നമ്മൾ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ആംഗിൾസിനെയാണ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ സി, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി, ആംഗിൾ ഇ ഈസ് ഈക്വൽ ടു ആംഗിൾ ജി ആൻഡ് ആംഗിൾ എച്ച് ഈസ് ഈക്വൽ ടു ആംഗിൾ എഫ്. ഇവയൊക്കെയാണ് നമ്മൾ ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാം. ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഇയും ഉണ്ട്. ഈ ആംഗിൾ ബിയും ആംഗിൾ ഇയും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന ഡിഗ്രിയാണ് 180 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് സ്പെസിഫിക് നെയിം കൊടുക്കുന്നുണ്ട് സപ്ലിമെൻ്ററി ആംഗിൾസ്. അതായത് ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. അതുപോലെ തന്നെ ആംഗിൾ സി പ്ലസ് ആംഗിൾ എച്ച് ചെയ്യുമ്പോഴും 180 ഡിഗ്രി കിട്ടണം. ഇവയെ നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾസ് എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഇ ഈക്വൽ ടു 180 ഡിഗ്രി എന്നും ആംഗിൾ സി പ്ലസ് ആംഗിൾ എച്ച് ഈക്വൽ ടു 180 ഡിഗ്രി എന്നും ഇവിടെ ആംഗിൾ ഡി പ്ലസ് ആംഗിൾ ജി ചെയ്താലും നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ ആംഗിൾ എ പ്ലസ് ആംഗിൾ എഫ് ചെയ്താലും 180 ഡിഗ്രി കിട്ടും. അപ്പോൾ രണ്ട് ആംഗിൾസ് തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്ന ആംഗിളിനെയാണ് നമ്മൾ സപ്ലിമെൻ്ററി ആംഗിൾ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഈ ഒരു പാരലൽ ലൈൻസ് കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സിൽ ഒരു ആംഗിളെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി ആംഗിളുകളെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും ഇവിടെ ഉള്ള ആംഗിളും നമ്മൾ കണ്ടുപിടിക്കണം. ഈ ഒരു ഒറ്റ ആംഗിളേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 50 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും 50 ഡിഗ്രി തന്നെയായിരിക്കും വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ആംഗിളും, അതായത് ഇതിനെ എക്സ് എന്ന് നമുക്ക് വിളിക്കാം. ഈ എക്സ് എന്ന് പറയുന്ന ആംഗിളും 15 എന്ന് പറയുന്ന ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഇവർ രണ്ടുപേരും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ നമുക്ക് 50 ഡിഗ്രി പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് ഇവിടെ കൊടുത്തിട്ട് 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 130 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഉത്തരം എന്തായി? 130 ഡിഗ്രി. ഇവിടെ ഈ ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? 130 ഡിഗ്രി തന്നെയായിരിക്കും. അല്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി ഇവിടെ 130 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. കാരണം എന്താണ്? അവർ രണ്ടുപേരും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 130 ഡിഗ്രി എന്ന് കിട്ടി. ഈ ഒരു ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇതും 130 ഡിഗ്രി ആയി. ഇനി ഇവിടുത്തെ ആംഗിൾ നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതെ, ഇത് രണ്ടും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഈ വൈ എന്ന് പറയുന്നത്, ഇതിനെ വൈ എന്ന് വിളിക്കാം. വൈ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ആംഗിളാണ്. 130 പ്ലസ് വൈ ചെയ്യാം. 130 ഡിഗ്രി പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയുന്നത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അല്ലേ? ഇവിടെ രണ്ട് പാരലൽ ലൈൻസും അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു ട്രാൻസ്വേഴ്സൽ ലൈനും നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു ആംഗിളേ നമുക്ക് തന്നിട്ടുള്ളൂ. ഈ ഒരു ആംഗിൾ വെച്ചുകൊണ്ട് നമ്മൾ ഇത്രയും ആംഗിൾ, അതായത് ഈ 7 ആംഗിൾസും നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ 50 ഡിഗ്രിയും എക്സും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? അവർ രണ്ടും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ 50 ഡിഗ്രി എന്ന് പറയുന്നത് എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ എന്തായിരിക്കും എക്സിൻ്റെ വാല്യൂ? 50 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 50 ഡിഗ്രി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 50 ഡിഗ്രിയും ഈ ആംഗിളും, അതായത് PRQS അല്ലേ, ഈ ആറും 15 തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണെന്നറിയാമോ? 50 ഡിഗ്രി ആംഗിളും 6 എന്ന ആംഗിളും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി ആംഗിളാണ് കിട്ടുന്നത്. കാരണം എന്താണ്? അവർ സപ്ലിമെൻ്ററി ആംഗിളാണ്. അതുകൊണ്ട് നമുക്ക് 6 ഡിഗ്രി, അതായത് ആംഗിൾ R നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ? 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 130 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തായി? 130 ഡിഗ്രിയായി. ഈ ആംഗിൾ ആറും ആംഗിൾ എസും ഈക്വൽ ആണ്. കാരണം ആംഗിൾ ആർ 130 ഡിഗ്രിയാണ്, ആംഗിൾ എസും 130 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? അവർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ എസ് 130 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ആർ വിൽ ബി ഈക്വൽ ടു ആംഗിൾ എസ് എന്ന് പറയുന്നത് 130 ഡിഗ്രി. കാരണം എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്.
ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബാക്കി ആംഗിൾസ് കണ്ടുപിടിക്കണം. ഇവിടെ 130 ഡിഗ്രി 130 ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ വൈയും ആംഗിൾ ആറും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? അവർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്തായി മാറും? 130 ഡിഗ്രിയായി മാറും. ആംഗിൾ വൈയും ആംഗിൾ ഇസഡും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 130 ഡിഗ്രി ആകും. ഇനി ഈ ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. പി കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇസഡും പിയും കൂടെ കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. കാരണം അവരും സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. ഇവിടെ ഇസഡ് 130 ഡിഗ്രി എന്ന് നമുക്ക് വാല്യൂ കിട്ടി. 130 ഡിഗ്രി പ്ലസ് ആംഗിൾ പി വിച്ച് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ പി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി എന്ന് പറയുമ്പോൾ 50 ഡിഗ്രി കിട്ടും. അപ്പോൾ ആംഗിൾ പി എന്ത് കിട്ടി? 50 ഡിഗ്രി കിട്ടി. ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, കാരണം അവർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതും 50 ഡിഗ്രി ആണെന്നിങ്ങനെ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് ടോട്ടൽ 8 ആംഗിൾസും കിട്ടി. എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ടോട്ടൽ 8 ആംഗിൾസ് നമ്മൾ കണ്ടുപിടിച്ചു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റൊരു ടോപ്പിക്കുണ്ട്, ആൽഫബറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞിട്ട്. അതായത് എൻ, എം അങ്ങനെയൊക്കെ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ട് അവിടെ ആ ലെറ്റേഴ്സിൽ കുറച്ച് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിൾസിനെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. ഇങ്ങനെ ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് എന്തായി കിട്ടും? പാരലൽ ലൈൻസ് ആയി കിട്ടും. ഈ ഒരു ലൈനും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ അതിൻ്റെ ട്രാൻസ്വേഴ്സലായിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ആംഗിൾസും പാരലലാണെന്ന് കിട്ടും. അങ്ങനെ ഈ രണ്ട് ആംഗിൾസും കറസ്പോണ്ടിങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് മറ്റൊരു ആംഗിൾ നോക്കാം. ഇവിടെ 55 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. ബാക്കി ആംഗിൾസ് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഈ എക്സാമ്പിൾ പറയുന്നത്. ഇവിടെ 55 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എക്സ് എന്തായി മാറും? 55 ഡിഗ്രി ആകും, കാരണം അത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈ എക്സും ഈ ക്യൂവും ഈക്വലാണ് അല്ലേ? അവർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതും 55 ഡിഗ്രി ആകും. ഇനി ഈ എക്സും എസും തമ്മിലൊരു ബന്ധമുണ്ട്. അവർ സപ്ലിമെൻ്ററി ആംഗിൾസ് ആണ്. അപ്പോൾ 55 ഡിഗ്രി പ്ലസ് ആംഗിൾ എസ് ഈക്വൽ ടു 180 ഡിഗ്രി ആകും. ആംഗിൾ എസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് 125 ഡിഗ്രിയാണ്. ഇത് 125 ഡിഗ്രി ആകും. ആംഗിൾ എസും ആംഗിൾ ആറും തമ്മിലൊരു ബന്ധമുണ്ട്. അവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ആംഗിൾ ആർ 125 ഡിഗ്രി ആകും. ക്യൂവും പിയും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇതും 55 ഡിഗ്രിയാണ്. ഇനി വൈയും ഇസഡും, ഇവിടെ ആംഗിൾ എസും വൈയും തമ്മിലൊരു ബന്ധമുണ്ട്. അവർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവർ ഇതും 125 ആകും. 125 വൈ എന്ന് പറയുന്നത് ഇസഡിന് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ആംഗിളും 125 ഡിഗ്രിയാണ്. ഇത്രയുമാണ് ഈ പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ആംഗിൾസ് കണ്ടുപിടിക്കാനും കറസ്പോണ്ടിങ് ആംഗിൾസ് കണ്ടുപിടിക്കാനും ട്രാൻസ്വേഴ്സ് ആംഗിൾസ് ഇവയൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ചാപ്റ്ററിൽ. അപ്പോൾ ഇതിന് സമാനമായിട്ട് തന്നെ കുറേ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. So this is Gayatri signing out from Gayatri Academy for Maths.